ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേരള മട്ടൺ ഫ്രൈയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ മട്ടൺ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാസ്റ്റ് അയൺ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോഴത്തേക്കും ഒരു സവാള, മീഡിയം സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ കാണിച്ചിട്ടില്ലാത്തതാണ്, 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് 2 വിസിൽ വരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ സവാള നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, കുക്കറിൽ 3 വിസിലാണ് ഞാൻ വരുത്തി വെച്ചിരിക്കുന്നത്. അതിനകത്ത് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ പൊടികളിട്ട് കൊടുക്കാൻ. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗരം മസാല പൊടിച്ച് വെച്ചത്, നമ്മുടെ ഇറച്ചി മസാല കൂട്ടുണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ട് മൂത്ത് വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടണിന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ആ വെള്ളം കൂടി ഇച്ചിരി ഒന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേവി ഇത് നന്നായിട്ട് വേകുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ബാക്കി ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കറിൽ നിന്നുള്ള നമ്മുടെ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഗ്രേവി. അത് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് പോരാത്തതുണ്ടെങ്കിൽ ഉപ്പോ ഗരം മസാലയോ എന്തെങ്കിലും അങ്ങനെ പോരാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, വെള്ളം കുറച്ചധികം കൂടുതൽ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മൊരിയാൻ കുറച്ച് താമസിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേ വെള്ളമൊക്കെ ഒരുവിധം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ കുറേശ്ശെയായിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ നാട്ടിലെയും മട്ടൺ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് നേരം വേവിക്കേണ്ട, ഒരു 2 മുതൽ 3 വിസിൽ കൂടുതലൊട്ടും വേണ്ട, അല്ലെങ്കിൽ കൂടുതലങ്ങ് വല്ലാണ്ട് വെന്ത് പോവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മസാലയ്ക്കകത്തൊന്ന് ഇളക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും മസാല ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ കുക്കറിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ കേരളത്തിലൊക്കെ ഞാനുള്ളപ്പോൾ ധാരാളം വെള്ളം ഇറങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വെള്ളം കുക്കറിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണല്ലോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ സ്റ്റിക്കി ആയിട്ടോ അടിയിൽ ഇങ്ങനെ പറ്റുന്ന പോലെ തോന്നും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാം നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ സമയത്ത് വീണ്ടും ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കി, മസാല എന്തെങ്കിലും പോരാത്തുണ്ടോ എന്നൊക്കെ നോക്കി, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുവിധം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൂപ്പ് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നന്നായിട്ട് മൂപ്പിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, നല്ലൊരു മീഡിയം സൈസിലാണ് ഞാൻ മൂപ്പിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ചപ്പാത്തി, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മട്ടൺ ഇരിക്കുന്നത്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്, എല്ലാം നല്ലതായിട്ട് മൂത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷായിട്ട് പോരാത്ത ഇറച്ചി മസാലയോ അല്ലെങ്കിൽ കറിവേപ്പില, പച്ചമുളക് എന്തെങ്കിലുമൊക്കെ വെതറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ ഈ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഈ മട്ടൺ ഫ്രൈഡ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊക്കെ എന്നെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മട്ടൺ ഫ്രൈ. ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് എടുത്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.